ഒരിക്കൽ ഞങ്ങളും ചുമട്ടുകാരും പോത്തുപാറക്കാട്ടിൽ നിന്നും പെരിയാറിന്റെ തീരത്തേക്ക് വരികയാണ്. തേനിക്കൽ വർക്കിച്ചേട്ടനും അനുജൻ പാച്ചുചേട്ടനും ഞാനും കൂടി പോത്തുവേട്ടയ്ക്ക് പോയതാണ്. കഷ്ടകാലത്തിന് പോത്തിനെയും കിട്ടിയില്ല, ആടിനെയും കിട്ടിയില്ല. കുഞ്ഞും പെട്ടയുമായിട്ട് 2 മ്ലാവിനെ കിട്ടി. ആ മാംസവും ഉണക്കിക്കൊണ്ടുള്ള തിരിച്ചുവരവാണ്. പുഴയോടടുക്കാറായപ്പോൾ എന്തോ ഒരു ശബ്ദം മുൻഭാഗത്തു നിന്നും കേൾക്കാം. പന്നിയുടെ ശബ്ദം പോലെയാണ് തോന്നിയത്. ചുമട്ടുകാരെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ തോക്കുകാർ മൂവരും മുൻപോട്ട് നടന്നു. ശരിയാണ് ഊഹിച്ചത്. പന്നിക്കൂട്ടം ഓടിപ്പോയപ്പോൾ ഉണ്ടായ ശബ്ദമാണ്. മരത്തിന് മറിഞ്ഞ് സാവധാനമാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ വരുമ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരു വലിയ പാമ്പ് തലയും ഉയർത്തിപ്പിടിച്ച് 4 പാടും നോക്കി നിൽക്കുന്നു. പാച്ചുചേട്ടന്റെ തോക്ക് വാങ്ങി ഞാൻ പാമ്പിന്റെ തലയ്ക്ക് വെടിവെച്ചു. പാമ്പ് നിലത്ത് കിടന്ന് പിടയുകയാണ്. എൻ്റേത് റൈഫിൾ ആയതുകൊണ്ടാണ് പാച്ചുചേട്ടന്റെ തോക്ക് വാങ്ങിയത്. അത് 12 ബോറാണ്. അതിൽ പലതരത്തിലുള്ള തോട്ട ഉപയോഗിക്കാം. റൈഫിളിൽ ഓരോ ഉണ്ട മാത്രമുള്ള ഒരിനം തോട്ടയെ ഉപയോഗിക്കാൻ കഴിയൂ. അതാകട്ടെ വലിയ വെടിക്കേ പറ്റൂ. നല്ല അകലത്തിൽ വെടി എത്തിക്കുകയും ചെയ്യാം. കൂടാതെ വെടിക്ക് നല്ല ശക്തിയുമായിരിക്കും. എന്നാൽ 12 ബോറിലാവട്ടെ ഒറ്റ ഉണ്ട ഉള്ളത്, 7 ഉണ്ടയുള്ളത്, 16 ഉണ്ടയുള്ളത്, ചെറുതരം ചില്ലുകൾ ഉള്ളത് എന്നിങ്ങനെ വിവിധ ഇനം തോട്ടകൾ ജന്തുവിന്റെ വലിപ്പ ചെറുപ്പം അനുസരിച്ച് ഉപയോഗിക്കാം. അതുകൊണ്ടത് വലുതും ചെറുതുമായ വെടിക്ക് പറ്റിയ തോക്കാണ്. റൈഫിളിൽ പാമ്പിനെ വെടിവെച്ചാൽ പാമ്പ് ചെറുതായതുകൊണ്ട് വെടി കൊണ്ടില്ല എന്ന് വരും. അതുകൊണ്ട് 16 ഉണ്ടയുള്ള തോട്ട വെച്ചാണ് പാമ്പിനെ വെടിവെച്ചത്. പാമ്പ് പന്നിയെ പിടികൂടുവാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് പന്നിക്കൂട്ടം ജീവനും കൊണ്ട് പാഞ്ഞത്. വലിയ തടിയും വലിച്ചുകൊണ്ട് പന്നികളൊപ്പം ഇഴഞ്ഞെത്തുവാനായിട്ട് മൂപ്പർക്ക് കഴിയില്ലല്ലോ. പന്നിയെയും മ്ലാവിനെയും ഒക്കെ പിടിക്കുവാൻ മാത്രം വലിപ്പമുണ്ട് ഈ ചങ്ങാതിക്ക്. ഒരു 15 അടിയോളം നീളം വരും. നല്ല വണ്ണവും. അനങ്ങാതെ കിടന്നാൽ വല്ല തടിയുമാണെന്നേ തോന്നൂ. അങ്ങനെയുള്ള തടിപ്പുറത്ത് കയറിയിരുന്ന പലർക്കും അബദ്ധം പറ്റിയിട്ടുമുണ്ട്. കുറെ കഴിയുമ്പോൾ തടി അനങ്ങി തുടങ്ങും. അപ്പോഴാണ് താൻ കയറിയിരുന്നത് തടിയുടെ പുറത്തല്ല, മറിച്ചൊരു പാമ്പിന്റെ പുറത്താണെന്ന് മനസ്സിലാക്കുക. ഇത്രയും വലിയ ഒന്നിനെ ഞാൻ മുൻപും പിമ്പും കണ്ടിട്ടില്ല. പെരുമ്പാമ്പായിരിക്കണം. ഇതിന്റെ നെയ്യ് മരുന്നിന് കൊള്ളാമെന്ന് പറയുന്നു. പൊളിച്ചു പരിചയമില്ലാത്തതുകൊണ്ട് ആരും അതിന് ശ്രമിച്ചില്ല. നെയ്യം എടുക്കാതെ ഉപേക്ഷിച്ചിങ്ങ് പോകുന്നു. കരിമൂർക്കൻ, കരികൊഴല, പൊളവൻ, ഈ 3 ഇനത്തിലും പെട്ട പല പാമ്പിനെയും ഞാൻ വെടിവെച്ചിട്ടുണ്ട്. പെരുമ്പാമ്പും പൊളവനും വലിയ വർഗമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കരിമൂർക്കൻ വലിയ വിഷമുള്ള ജാതിയാണ്. ഒരിക്കൽ ഒന്നിനെ വെടിവെച്ചു, ചത്തില്ല. പട്ടി അടുത്ത് ചെന്നു പാമ്പിനെ കടിച്ചു. മരണവേദന കൊണ്ട് പിടഞ്ഞ പാമ്പ് പട്ടിയെ ചീറിക്കൊണ്ട് തിരിഞ്ഞുകൊത്തി. അല്പം കഴിഞ്ഞ് പാമ്പ് ചത്തു. 15 മിനിറ്റിനുള്ളിൽ പട്ടിയുടെ കഥയും കഴിഞ്ഞു. അതാണ് അവന്റെ വിഷത്തിന്റെ ശക്തി. കരികൊഴലയുടെ വിഷവും വളരെ കടുപ്പമുള്ളതാണെന്ന് പറയുന്നു. എനിക്ക് അനുഭവമില്ല. ഒരിക്കൽ മീൻവെടി വയ്ക്കുവാനായിട്ട് നേരിമംഗലം പുഴക്കരയിൽ ഒരു മരത്തിൽ ഇരിക്കുകയാണ് ഞാൻ. പുഴനടുവിലുള്ള ഒരു തുരുത്തിൽ നിന്നും ഒരു പാമ്പ് വെള്ളത്തിലേക്ക് ചാടി. ഞാനിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് അത് നീന്തി വരികയാണ്. മരത്തിന്റെ ചുവട്ടിലെത്തിയിട്ട് കുറെ നേരം അത് നിന്നു. ഒരുമാതിരി വെള്ളപ്പൊക്കമുണ്ട്. 12 അടിയോളം നീളം വരും ഈ പാമ്പിന്. തലയിൽ ഒരു പൂവുമുണ്ട്, കോഴിയുടേത് പോലുള്ള പൂവ്. കാഴ്ചയ്ക്ക് നല്ല അഴകാണ്. പക്ഷെ ഞാനതിനെ വെടിവെച്ചില്ല. കുന്നനും കൂളിയും, അങ്ങനെയാണ് പഴയ നായാട്ടുകാർ ഈ വർഗത്തെ വിളിക്കാറ്. ഇതിൽ ഒന്നിനെ വെടിവെച്ചാൽ അത് മരണത്തോടെ ശക്തിയായിട്ട് ഉച്ചത്തിൽ കൂവുമെന്നും ആ ശബ്ദം കേട്ട് അതിൻ്റെ ഇണ പാഞ്ഞെത്തി ആക്രമിച്ചയാളെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വെടിവെക്കാതിരിക്കുവാനായിട്ട് അതും ഒരു കാരണമായിരുന്നു. മറ്റൊന്ന്, ഞാൻ മീൻ വെടിക്ക് കൊണ്ടുപോയത് നാടൻ തോക്കാണ്. ഒരു വെടി കഴിഞ്ഞാൽ പിന്നീട് മരുന്ന് നിറച്ചിട്ട് വേണം അടുത്ത വെടിക്ക് തയ്യാറെടുക്കുവാനായിട്ട്. അതിന് അല്പസമയവും വേണം. ഇതിനിടയ്ക്ക് ഇണപ്പാമ്പ് പാഞ്ഞെത്തിയാലോ? തോട്ടാത്തോക്കായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ വെടിവെച്ചേനെ. വേറെ ഒരിനം കൂടി നമ്മുടെ കാടുകളിൽ കാണപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീരാളി മന്നൻ എന്നാണ് അതിൻ്റെ പേര്. വലിപ്പവും ഭംഗിയുമുള്ള ഒരിനമാണെന്ന് വല്യേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ദേഹം നിറയെ ചെറിയ പപ്പട വട്ടത്തിലുള്ള പുള്ളികളാണ് ഈ പാമ്പിനുള്ളത്. അതും പല നിറത്തിലുള്ളവ. പുള്ളികളുടെ മധ്യഭാഗത്തായിട്ട് തങ്കക്കടലാസിന്റെ നിറമാണത്രേ. ഞാൻ ഇതുവരെ അതിനെ കണ്ടിട്ടില്ല. ഇങ്ങനെ കാളിയനെ അല്ലെങ്കിൽ കാളിയന്റെ വർഗത്തിൽപ്പെട്ട പലരെയും വകവരുത്തുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പെരിയാറിനക്കരെയുള്ള പോത്തുപാറ കാടുകളിൽ ആന ധാരാളമുള്ള കാലമാണ്. ഞാനും 2 ചുമട്ടുകാരും കൂടി ആവൂലിച്ചാലു വഴി 6 കടന്ന് പോത്തുപാറയിലെത്തി. അളയിൽ താമസിച്ചുകൊണ്ട് ആ ഭാഗമെല്ലാം നോക്കി. ഒന്നിനെയും കണ്ടില്ല. അടുത്ത ദിവസം വടക്ക് വശത്തുള്ള ചൊൽത്തണ്ടായത്തിന്റെ നിരപ്പിലെത്തി. അന്നും ഒന്നിനെയും കണ്ടെത്തിയില്ല. അന്നത്തെ താമസം നേർമുഖ തളയിലായിരുന്നു. പിറ്റേ ദിവസം ചൊൽത്തണ്ടായത്തിന്റെ മുകൾ പരപ്പിൽ നിന്നുകൊണ്ട് ദൂരദർശിനി വഴി വടക്കേ ചെരുവ് പരിശോധിച്ചു. അപ്പോൾ ക്നാച്ചാരി അടവിയിലെ പെണ്ണൂർ കണ്ടത്തിൽ ഒരു കൊമ്പനാന നിൽക്കുന്നത് കണ്ടു. താലിപ്പാറക്കുത്തു വഴി ഞങ്ങൾ മുടിയറമ്പിലേക്ക് ഇറങ്ങി. താഴ്വരയിലൂടെ ആന നിൽക്കുന്ന കണ്ടത്തിലെത്തി. കുറെ നേരം ചുറ്റിക്കറങ്ങിയ ശേഷമാണ് ആന നിൽക്കുന്നിടത്ത് എത്തുവാനായിട്ട് കഴിഞ്ഞത്. അത് കിഴക്കോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. ഞാൻ തെക്ക് വശത്തും. കാടിന്റെ മറവ് കൊണ്ട് ആനയുടെ തല ശരിക്കും കണ്ടുകൂടാ. ആന ഒന്ന് ചീറി. ആനയ്ക്ക് എൻ്റെ ഗന്ധം പിടികെട്ടിയിരിക്കണം. ഇപ്പോൾ വെടിവെച്ചില്ലെങ്കിൽ ആന ഓട്ടം കഴിക്കും. ഒരു ഉദ്ദേശമൊക്കെ കണക്കാക്കിയിട്ട് ഞാൻ തലയ്ക്ക് നേരെ വെടി പൊട്ടിച്ചു. വെടി പൊട്ടിയതോടെ അവൻ നിലത്തേക്ക് ആഞ്ഞൊരു കുത്ത്. ഒരു വലിയ ഇഞ്ചമുൾ പടർപ്പിന്റെ കടക്കിലാണ് കുത്തുകൊണ്ടത്. ആന തല ഉയർത്തിയപ്പോൾ ഇഞ്ചമുള്ള കടയോടുകൂടി പിഴുത് ആനയുടെ കൊമ്പുകൾക്കിടയിൽ ഉടക്കിപ്പോയി. നോക്കിയപ്പോഴാവട്ടെ
ഒരു ഇഞ്ചക്കാടല്ലാതെ മറ്റൊന്നും കാണുവാനില്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്കി. ശരീരം അല്പമായിട്ട് കാണാം. ആനയുടെ തലയാവട്ടെ അശേഷം കാണുക വയ്യ. ഒരു വലിയ നിലവിളിയോടെയാണ് ആന നിലത്ത് കുത്തിയത്. അത് കേട്ടപ്പോൾ നിശ്ചയിച്ചു ആനയ്ക്ക് വെടി കൊണ്ടിട്ടില്ല എന്ന്. ആന വടക്കോട്ട് തിരിഞ്ഞൊരൊറ്റ ഓട്ടമാണ്. ഓടുമ്പോൾ പിൻഭാഗം കാണാം. പുറകിൽ നിന്നും വെടിവെച്ചാൽ ആന പെട്ടെന്ന് വീഴുകയില്ല. വളരെ ദൂരം പോയിട്ടാവും എവിടെയെങ്കിലും വീഴുക. അതുവരെ പിന്തുടരുകയും വേണ്ടിവരും. അതുകൊണ്ട് വെടിവെച്ചില്ല. നിലവിളിച്ചുകൊണ്ടാണ് അതിൻ്റെ ഓട്ടം. മുറിവേറ്റ വേദന കൊണ്ടല്ല, കോപം കൊണ്ടുള്ള നിലവിളിയാണത്. വെടിയേറ്റാൽ ആന നിലവിളിക്കില്ല. ആന പോയ വഴി നല്ലതുപോലെ തെളിഞ്ഞു കാണപ്പെട്ടു. ഒരു വലിയ ഇഞ്ചമുൾക്കാടലിലെ ആനക്കൊമ്പിൽ കയറി സവാരി ചെയ്യുന്നത്. ഇങ്ങനെ അര ഫർലോങ് ചെന്നപ്പോൾ ഇഞ്ചമുള്ളി എങ്ങനെയോ താഴെ ചാടി. അവിടെ ഒരു കാട് വെട്ടിത്തെളിച്ചതുപോലെയായി. വെടി കൊണ്ടില്ല എന്ന് മനസ്സിലാക്കിയതും ഞാൻ പിന്തിരിഞ്ഞു. മരത്തിലിരുന്ന ചുമട്ടുകാരെയും വിളിച്ചിറക്കി. രാത്രി കിടക്കുവാനും അരി വയ്ക്കുവാനും സൗകര്യമുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ പൊക്കം കൂടിയൊരു കല്ലുണ്ട്. അതിൻ്റെ മുകളിൽ കിടക്കുവാനും അരി വയ്ക്കുവാനും സൗകര്യവും സ്ഥലവുമുണ്ട്. ഒരു ഗോവണി ഉണ്ടാക്കി അതുവഴിക്ക് വേണം കല്ലിൻ്റെ മുകളിലേക്ക് കയറുവാൻ. ഉയരവും ധാരാളം. ആനയെയും മറ്റ് ജന്തുക്കളെയും പേടിക്കുകയും വേണ്ട. ഊണ് കഴിച്ച ശേഷം ചുമട്ടുകാരിൽ ഒരാളെയും കൂട്ടി ഞാൻ ആനയുടെ ചുവട് നോക്കി തിരിച്ചു. 2 മൈൽ പിന്തുടർന്നിട്ടും ആനയെ കാണുന്നില്ല. ആന നിൽക്കുകയോ എന്തെങ്കിലും തിന്നുകയോ ചെയ്തതായിട്ട് ഒരിടത്തും ഒരു ലക്ഷണവുമില്ല. ഞങ്ങൾ മടങ്ങി. പിറ്റേ ദിവസം 10 മണിക്ക് വീണ്ടും ആനയുടെ ചുവട് നോക്കി തിരിച്ചു. ഒരു 3 മൈൽ കൂടി ചെന്നപ്പോൾ എന്തോ ഒടിക്കുന്ന ശബ്ദം കേട്ടു. ചുമട്ടുകാരെ അവിടെ നിർത്തി. ഞാൻ തനിയെ തിരിച്ചു. ആനയ്ക്ക് എൻ്റെ മണം പിടികെട്ടിയിരിക്കണം. അത് വീണ്ടും ഓട്ടം കഴിച്ചു. എന്നാൽ ഒരു സൗകര്യം കിട്ടി. ആന ഓടിയത് ഞങ്ങൾക്ക് പോകേണ്ട ദിക്കിലേക്കാണ്. അതുകൊണ്ട് ചുമട്ടുകാരെയും വിളിച്ച് ആനയുടെ പിന്നാലെ കൂടി. ചൊൽത്തണ്ടായം കുടിയുടെ വടക്കേ ഇറമ്പിൽ ചെന്നപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടു. ഞാൻ ഒറ്റയ്ക്ക് മുൻപോട്ട് ചെന്നു. അവിടെ അതാ ആ കൊമ്പൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അറിയാതെ പെട്ടെന്ന് ആനയോട് വളരെ അടുത്തുപോയി. പരിഭ്രമത്തോടെയാണെങ്കിലും നേരെ നിൽക്കുന്ന ആനയുടെ തലയ്ക്ക് തന്നെ നിറയൊഴിച്ചു. ഉടൻ തന്നെ ആന ചെവി മടക്കിയിട്ടിരുന്നു. പിന്നെ അത് നിലത്തേക്ക് മറിഞ്ഞു. തലയ്ക്ക് ശരിക്കും വെടിയേറ്റാൽ ഒരു ശബ്ദവും ഉണ്ടാക്കാതെ ആന ചത്തുമറിയും. വെടി കൊള്ളാതെ വന്നാൽ അത് നിലവിളിക്കും. കുറെ പരിക്ക് പറ്റിയാൽ ഒരു കുറുകൽ ശബ്ദം കേൾക്കാം. കൂടെ കൂടെ ശ്വാസം വിടുകയും ചെയ്യും. അതാണ് ആനയുടെ രീതി. മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ചുമട്ടുകാരെ വിവരം അറിയിച്ചു. 5 മണിക്കൂറിലേറെ പണിയെടുക്കേണ്ടി വന്നു 2 കൊമ്പുകളും എടുക്കുവാനായിട്ട്. കൊച്ചൗസേപ്പിച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ 2 മണിക്കൂർ മതിയാകുമായിരുന്നു. അത്ര വൈദഗ്ധ്യമാണ് അയാൾക്ക് ഇക്കാര്യത്തിൽ. കൊമ്പുമായിട്ട് പെരിയാറിന്റെ വടക്കേ കരയിൽ വന്നു. ചെങ്ങാടവും കെട്ടി പുഴയും കടന്നു. പുഴ വക്കിൽ കൊമ്പ് കുഴിച്ചിടുകയും ചെയ്തു. പതിവ് പോലെ കച്ചവടക്കാരെ വിവരം അറിയിച്ചു. അവർ വന്ന് കൊമ്പും കൊണ്ടുപോയി. 1099 മിഥുനമാസത്തിലെ അവസാന ദിവസം, അതായത് 1924, അന്നൊരു ചൊവ്വാഴ്ചയാണ്. ഞാൻ നേര്യമംഗലം കണ്ടത്തിലേക്ക് പോയി. കൂടെ മാക്കൽ ഇട്രയും ആറ്റുപുറം അയ്യപ്പനുമുണ്ട്. അവർക്ക് നെല്ലെടുത്ത് കൊടുക്കുവാനാണ് പോയത്. കൃഷിയിൽ ഞങ്ങളുടെ പങ്കുകാരാണിവർ. നിലമുഴവ് ഉടമസ്ഥൻ നടത്തും. കാടുവെട്ട്, കിള, വരമ്പ് വയ്ക്കൽ, കാവൽ ഇത് പങ്കുകാർ നടത്തും. 8-1 പങ്കു കൊടുക്കണം. അങ്ങനെയാണ് അക്കാലത്തെ പതിവ്. ഞാനും വല്യേട്ടനും കൂടിയാണ് നിലംകൃഷി നടത്തി വന്നത്. ഞങ്ങൾ നടന്നാണ് പോയത്. കണ്ടത്തിലെത്തിയപ്പോൾ ഉദ്ദേശം 1 മണിയായി. കണ്ടത്തിന്റെ കിഴക്ക് ഭാഗമെല്ലാം വെള്ളത്തിന്റെ അടിയിലാണ്. വഞ്ചി ഇറക്കി കളിക്കുവാനായിട്ട് നല്ല സൗകര്യം. 4 ആൾക്ക് കയറാവുന്ന ഒരു വഞ്ചി ഞങ്ങൾക്കുണ്ടായിരുന്നു. മീൻവേട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അത് തണ്ടികയിലാണ് സൂക്ഷിച്ചിരുന്നത്. പക്ഷെ അവിടെ ഇത് കാണുന്നില്ല. ചോദിച്ചപ്പോൾ കൂവേലി മഠം പിച്ചുക്കുട്ടിസ്വാമി കൊണ്ടുപോയിരിക്കുകയാണെന്നറിഞ്ഞു. ആവശ്യം വന്നാൽ അയാളുടെ കടത്തു വഞ്ചി ഞങ്ങളോട് ഉപയോഗിച്ചു കൊള്ളുവാനും പറഞ്ഞിട്ടുണ്ട്. ഞാനും മാക്കൽ അച്യുതനും കൂടി പുഴക്കടവിൽ ചെന്നു. വഞ്ചി കളിക്കുവാനാണ് പോയത്. വഞ്ചി ഒരു മരവുമായിട്ട് തുഴൽ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. ആ ഭാഗം വെള്ളത്തിന്റെ അടിയിലുമാണ്. വെള്ളത്തിൽ മുങ്ങി വഞ്ചി അഴിച്ചെടുക്കണം. അച്യുതൻ മടിച്ചു. ഞാൻ മുങ്ങി. 3-4 പ്രാവശ്യം മുങ്ങിയിട്ടേ തുഴലഴിക്കുവാനായിട്ട് കഴിഞ്ഞുള്ളൂ. ഏകദേശം ഒരു 1.5 ആൾ വെള്ളം വരും അവിടെ. മലവെള്ളമല്ലേ, വല്ലാതെ വിറച്ചുപോയി. ഇത്രയും പാടുപെട്ടത് വഞ്ചി കളിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഞങ്ങളുടെയും മറ്റനേകം പേരുടെയും ജീവൻ രക്ഷിക്കുവാനായിട്ട് അതുകൊണ്ട് സാധിച്ചു. പിന്നീടാണെങ്കിൽ വഞ്ചി എടുക്കുവാനും കഴിയുമായിരുന്നില്ല. പെരുവെള്ളത്തിൽ വഞ്ചി മുങ്ങിപ്പോകുമായിരുന്നു. ഞങ്ങൾ കണ്ടത്തിൽ വഞ്ചികളി ആരംഭിച്ചു. അപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മണി ആയതോടെ കണ്ടമെല്ലാം വെള്ളത്തിന്റെ അടിയിലായി. നടുക്കുള്ള തുരുത്തിന്റെ പടിഞ്ഞാറ് വശത്തുകൂടി വടക്കോട്ട് വെള്ളം ഒഴുകി തുടങ്ങി. ഇങ്ങനെ വെള്ളം കയറി ഒഴുകുന്നത് സാധാരണ പതിവാണ്. ഇപ്പോഴാകട്ടെ ആ പഴയ പതിവൊക്കെ വിട്ട് വെള്ളം മടിക്കടി കയറിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിയോടെ കണ്ടത്തിന്റെ കരയിൽ ഈർമാടത്തിൽ കിടന്ന കാവൽക്കാരെ വഞ്ചിയിൽ കയറ്റി തുരുത്തിലെത്തിച്ചു. അത്താഴം കഴിച്ച് അവിടെ ഇരിപ്പായി. അപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ ആയപ്പോഴേക്കും തണ്ടികയുടെ ഉള്ളിൽ വെള്ളം കയറി. ഇനിയും അവിടെ ഇരിക്കുന്നത് ബുദ്ധിയല്ല. ഇപ്പോഴത്തെ സ്കൂൾ കെട്ടിടത്തിന്റെ വടക്കുവശത്ത് അന്നൊരു ഫോറസ്റ്റ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഒരു മുഴങ്കോൽ കൂടി ഉയർന്നാലേ ആ കെട്ടിടത്തിൽ വെള്ളം കയറൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തി. രാത്രി 11 മണിയായപ്പോൾ അവിടെയും വെള്ളം കയറി തുടങ്ങി. അവിടുത്തെ ഇരിപ്പും സുരക്ഷിതമല്ല. പാതിരാ സമയം. ചുറ്റുപാടുമെല്ലാം മലവെള്ളം കയറി കിടക്കുന്നു. മാത്രവുമല്ല, അത് അടിക്കടിക്ക് ഉയർന്നുകൊണ്ടും ഇരിക്കുകയാണ്. എന്തു ചെയ്യും?
ഞങ്ങൾ 12 പേരുണ്ട് അവിടെ. ഞങ്ങൾ വഞ്ചിയിൽ കയറി നേരെ പടിഞ്ഞാറോട്ട് വിട്ടു. കടത്തുവള്ളം കിട്ടിയത് എത്ര ഉപയോഗപ്രദമായി. ഞങ്ങളുടെ വള്ളത്തിൽ 4 ആളല്ലേ കയറൂ. കുറെ ചെന്നപ്പോൾ വഞ്ചി വലിയൊരു വേലിച്ചങ്ങാടത്തിൽ ഉടക്കിപ്പോയി. വഞ്ചിയും വേലിയും വേർതിരിയുന്നില്ല. രണ്ടും കൂടി വടക്കോട്ട് ഒന്നിച്ചൊഴുകി പോവുകയാണ്. അങ്ങനെ കുറച്ചങ്ങ് ചെന്നാൽ നേരെ പുഴയിൽ വന്ന് ചാടും. പിന്നെ എല്ലാം തീർന്നത് തന്നെ. അതുകൊണ്ട് എല്ലാവരെയും വേലിച്ചങ്ങാടത്തിൽ ഇറക്കി നിർത്തി. നോക്കിയപ്പോൾ ഒരു കമ്പ് വഞ്ചിയിൽ ഉടക്കിയിരിക്കുകയാണ്. അത് പൊക്കി മാറ്റി ഉടക്ക് തീർത്തു. എല്ലാവരും വീണ്ടും വഞ്ചിയിൽ കയറി പടിഞ്ഞാറോട്ട് തന്നെ തിരിച്ചു. അങ്ങനെ ആറ്റുവേലി കണ്ടത്തിന്റെ പടിഞ്ഞാറെ കരയിലെത്തി. കാട്ടിലുള്ള ഒരു തടിപ്പുറത്ത് കയറി ഇരിപ്പായി. അപ്പോഴതാ കണ്ടത്തിന്റെ വടക്ക് വശത്തുള്ള മലവെള്ളത്തിൽ നിന്നും ഒരു നിലവിളി. ശ്രദ്ധിച്ചു നോക്കി. ആൾ ഇല്ലത്തെ കൊച്ചാക്കോച്ചാട്ടനാണെന്ന് മനസ്സിലായി. ഏറുമാടം മുങ്ങിയേ, ഞാനിപ്പോൾ ചാകുമേ, എന്നെ രക്ഷിക്കണമേ എന്നാണ് നിലവിളി. മൂപ്പിലാൻ അന്നാണ് നാട്ടിൽ പോയിട്ട് വന്നത്. മദ്യം ഇഷ്ടം പോലെ അകത്താക്കിയിട്ടുമുണ്ടായിരുന്നു. അന്ന് വൈകിട്ട് 5 മണിക്ക് ആശാൻ ഏറുമാടത്തിൽ കയറി കിടന്നു. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ പാതിരാവായി. അപ്പോഴേക്കും ഏറുമാടം വെള്ളം കയറി മുങ്ങാറുമായി. ആ സമയത്താണ് ബോധം ഉദിച്ചത്. അതോടെ നിലവിളിയും തുടങ്ങി. ഞങ്ങൾ ടിയാൻ്റെ അടുത്തേക്ക് കുതിച്ചെത്തി. ഞാൻ അമരത്തും അയ്യപ്പൻ അണിയത്തും. കുറച്ചു മാത്രമാണ് വെളിച്ചമുള്ളൂ. വഞ്ചി ശക്തിയായ ഒഴുക്കിൽ ചെന്ന് ചാടുവാനായിട്ട് പോവുകയാണെന്ന് മനസ്സിലായി. സംഗതി അപകടമാണ്. പുറകോട്ട് തുഴയുവാനായിട്ട് പറഞ്ഞു. ഒഴുക്കിന് വളരെ ശക്തിയാണ്. വഞ്ചി പിടിച്ചെടുത്ത് നിൽക്കുന്നില്ല. ഞാൻ അടുത്ത് കണ്ട ഒരു മരക്കൊമ്പിൽ പിടിമുറുക്കി. പക്ഷെ ഞാൻ വെള്ളത്തിലേക്ക് വീണുപോയി. വഞ്ചി നേരെ കീഴോട്ട് പോവുകയാണ്. ഒരു പ്രകാരം നീന്തി വഞ്ചിയിൽ ചെന്ന് കയറി. ഭാഗ്യമെന്ന് തന്നെ പറയട്ടെ, വഞ്ചി ഒരു വലിയ തടിയിൽ കുടുങ്ങി നിന്നിരുന്നു. 2 പേരും കിണഞ്ഞ് പരിശ്രമിച്ച് വഞ്ചി അരികിൽ അടുപ്പിച്ചു. നേരം വെളുത്താൽ വഞ്ചി കൊണ്ടുവരാം. രാത്രിയിൽ ഒരു നിവൃത്തിയുമില്ല. ഏറുമാടത്തിന് മേലോട്ട് മരമുണ്ടെങ്കിൽ അതിൽ കയറിയിരിക്കുക. അല്ലെങ്കിൽ നീന്തി ചെന്ന് അടുത്തുള്ള മരത്തിൽ കയറിക്കോ. അല്ലാതെ വേറെ രക്ഷയില്ല. ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങൾ വഞ്ചിയുമായിട്ട് തിരിച്ചു പോന്നു. എല്ലാവരും കൂടി ആ തടിപ്പുറത്തിരുന്ന് നേരം വെളുപ്പിച്ചു. മഴയാണെങ്കിലോ മുറ പോലെ പെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും തണുത്തു വിറച്ചു. വശം കെട്ടുപോയി. നേരം വെളുത്തപ്പോൾ കൊച്ചാക്കോച്ചേട്ടനെ മരത്തിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്നു. ഏറുമാടത്തിന്റെ മുകളിലേക്കൊരു ശിഖരമുണ്ടായിരുന്നു. അതിൽ കയറിയിരുന്നാണ് മൂപ്പിലാൻ നേരം വെളുപ്പിച്ചത്. ഏറുമാടം പണ്ടേ മുങ്ങിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ വഞ്ചിയുമായിട്ട് തണ്ടികയിൽ ചെന്ന് നോക്കി. കെട്ടിടം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. വീണ്ടും തിരിച്ചു വന്നു. വഞ്ചി ഒരു മരത്തിൽ കെട്ടിയിട്ടു. നേര്യമംഗലം റബ്ബർ തോട്ടത്തിലെ ബംഗ്ലാവിലേക്ക് നടന്നെത്തി. അവിടെ വെച്ച് തീ കത്തിച്ചു കാഞ്ഞ് വിറയിൽ മാറ്റി. അരിയും അടുപ്പത്ത് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ താമസിക്കുന്ന കോമു മേസ്ത്രി ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളുടെ ആളുകൾ പലരും അപകടത്തിലാണ്. നിങ്ങളുടെ വഞ്ചി കൊണ്ടുവന്ന് അവരെയും രക്ഷപ്പെടുത്തണം. അപ്പോഴേക്കും 2 പേർ അവിടേക്ക് നീന്തി കയറി വന്നു. വിറച്ചിട്ട് അവർക്കൊന്നും പറയുവാനും വയ്യ. തീ കാഞ്ഞ് വിറയൊന്ന് കുറഞ്ഞപ്പോൾ മാത്രമാണ് അവർ വിവരം പറഞ്ഞത്. കൂലിക്കാർ താമസിച്ചിരുന്ന കെട്ടിടം അമ്പാടെ മുങ്ങിപ്പോയി. പുകപ്പുര മാത്രമാണ് മുങ്ങാതെയുള്ളത്. ആ കെട്ടിടത്തിലും റബ്ബർ മരങ്ങളിലുമാണ് ആളുകൾ കഴിച്ചു കൂട്ടുന്നത്. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നീന്തി ഇവിടേക്ക് എത്തിയതാണ്. നീന്തുവാനായിട്ട് കഴിവുള്ളവർ വേറെയുമുണ്ട്. പക്ഷേ വൃദ്ധജനങ്ങളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും രോഗികളെയും ഉപേക്ഷിച്ച് അവരെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് അവരെങ്ങനെ പോരും? വല്ല രക്ഷാമാർഗവും ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടതാണ്. അവിടെ എത്ര ആളുകൾ ഉണ്ടെന്ന് ഞങ്ങൾ തിരക്കി. 100-ലധികം വരുമത്രേ. കോമു മേസ്ത്രിയുടെ അഭിപ്രായത്തിൽ 140ഓളം പേരുണ്ട്. 140ഓളം മനുഷ്യജീവികൾ മലവെള്ളത്തിനിരയാകുവാനായിട്ട് പോകുന്നു. വഞ്ചിയുമായെത്തി കഴിവുള്ളിടത്തോളം ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന് ഞാനും നിശ്ചയിച്ചു. ഞാനും അയ്യപ്പനും ഉലഹന്നാനും കൂടി നേര്യമംഗലം കണ്ടത്തിന്റെ കരയ്ക്ക് കെട്ടിയിരുന്ന വള്ളം പെരുവള്ളത്തിന്റെ അരികിൽ കൂടി ബംഗ്ലാവിന്റെ മുറ്റത്ത് എത്തിച്ചു. പോകുന്ന വഴിക്ക് പുഴച്ചാലി വെച്ച് വഞ്ചി ഒന്ന് മറിയുവാൻ തുടങ്ങിയതാണ്. അപ്പോഴത് മറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളുമില്ല, വഞ്ചിയുമില്ല. കാരണം വളരെയധികം കുത്തൊഴുക്കുള്ളൊരു സ്ഥലമായിരുന്നു അത്. ഞങ്ങൾ നേരെ കൂലിപ്പാടിയിലേക്ക് വഞ്ചി ധരിച്ചു. ഞാൻ അമരത്തും അയ്യപ്പൻ അണിയത്തും. റബ്ബർ തോട്ടത്തിലൂടെ വേണം പോകുവാനായിട്ട്. റബ്ബർ മരത്തിന് വഞ്ചി ഒഴിച്ചുകൊണ്ട് വേണം പോകുവാൻ. വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞങ്ങൾ അവസാന സ്ഥലത്ത് എത്തി. വഞ്ചി കണ്ടതോടെ മരത്തിലും പുകപ്പുരയിലും തങ്ങിയിരുന്നവർ ഓടിയെത്തി. എല്ലാവരും വഞ്ചിയിൽ കയറി. വഞ്ചി മുങ്ങി. ആത്മരക്ഷയ്ക്കുള്ള തിടുക്കമാണ്. എല്ലാവരും കൂടി കയറിയാൽ വഞ്ചി മുങ്ങുമെന്നൊന്നും ചിന്തിക്കുവാനായിട്ട് അപ്പോൾ സമയവുമില്ല, അതിനുള്ള കഴിവുമില്ല. ഭാഗ്യത്തിന് അരയാൾ വെള്ളം മാത്രമാണ് വഞ്ചി മുങ്ങിയിടത്തുള്ളൂ. അതുകൊണ്ട് ആപത്തൊന്നും പറ്റിയില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കുവാനാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്ര ആളുകൾ മാത്രമാണ് വഞ്ചിയിൽ കയറാവൂ. അല്ലെങ്കിൽ നിങ്ങളും ഞങ്ങളും മുങ്ങി മരിക്കേണ്ടി വരും. എല്ലാവരും അതനുസരിച്ചു. ആദ്യം രോഗികളെയും കുഞ്ഞുങ്ങളെയും കയറ്റി ബംഗ്ലാവിൽ എത്തിച്ചു. നീന്തുവാൻ കഴിവില്ലാത്തൊരു സംഘത്തെ കയറ്റി രണ്ടാമതും തിരിച്ചെത്തി. അങ്ങനെ 50ഓളം പേരെ രക്ഷപ്പെടുത്തി. ഇതോടെ ഞാനും അയ്യപ്പനും കുഴഞ്ഞുപോയി. അക്കരെ കൊച്ചുപാപ്പിയും അനുജനും കൂടി 2 സംഘത്തെ രക്ഷിച്ചു. അപ്പോഴേക്കും അവരും ക്ഷീണിച്ചു. വഞ്ചി തുഴഞ്ഞ് പരിചയമുള്ള കൂലിക്കാരെ വഞ്ചി ഏൽപ്പിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും കൊടുത്ത ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. വിവരങ്ങളെല്ലാം വല്യേട്ടനോട് പറഞ്ഞു. ചേട്ടനും കൊച്ചുപ്പമാരായ കൊച്ചുമത്തായി, കുഞ്ഞു വർക്കി എന്നിവരും പീടികയിൽ സേതുക്കുട്ടിയും കുറേയേറെ അരിസാമാനങ്ങളുമായിട്ട് ബംഗ്ലാവിലെത്തി. എന്നിട്ട് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങി. അരി വെച്ച് കഞ്ഞി ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു.
തടിക്കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് സെയ്തൊരു ചങ്ങാടമുണ്ടാക്കി. അതിൽ അക്കരെ ചെന്ന് നോക്കി. വെള്ളം കുറേശ്ശെ ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. തറയിൽ കുറേ പേർ കിടപ്പുണ്ട്. ശ്വാസോച്ഛ്വാസം മാത്രമാണുള്ളൂ. അവരെ ചങ്ങാടത്തിൽ എടുത്തിട്ട് ബംഗ്ലാവിൽ എത്തിച്ചു. ആവിയിൽ കിടത്തി രക്ഷപ്പെടുത്തി. കുറേ പേർ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. അവരെ അവിടെ തന്നെ വിധിപ്രകാരമൊന്നുമില്ലാതെ സംസ്കരിച്ചു. എന്നിട്ട് എൻ്റെ കൊച്ചുപ്പമാരും മറ്റും തിരിച്ചെത്തി. കർക്കിടകം 3-ാം തീയതി പിറ്റേന്ന് ഞാൻ നേരിമംഗലത്ത് ബംഗ്ലാവിലെത്തി. രക്ഷപ്പെട്ടവർക്കെല്ലാം ക്ഷീണം ഏകദേശം മാറിയിരുന്നു. എല്ലാവരും മലപ്പുറത്തുകാരാണ്. അവരിൽ ചിലരും ഞാനും കൂടി അക്കരെ ചെന്ന് നോക്കി. തലേന്ന് മറവ് ചെയ്ത ശവങ്ങൾ ഇപ്പോൾ വീണ്ടും മണ്ണിന് മുകളിൽ കിടക്കുന്നു. വീണ്ടും വെള്ളം കയറി മണ്ണെല്ലാം ഒലിച്ചു പോയതാണ് കാരണം. അവയെല്ലാം ഞങ്ങൾ വീണ്ടും കുഴിച്ചു മൂടി. ബംഗ്ലാവിൽ വന്ന് വിശേഷങ്ങൾ ചോദിച്ചു. ഒരാൾ പറഞ്ഞു, കോമു മേസ്ത്രി ഞങ്ങളുടെ കൂടെ വഞ്ചിയിൽ അക്കരയ്ക്ക് പോന്നു. 5 സംഘം ആളുകളെ ഞങ്ങൾ അക്കരെ നിന്നും ബംഗ്ലാവിലെത്തിച്ചു. 6-ാം തവണ കോമു മേസ്ത്രി വഞ്ചിയിൽ കയറി. അത്തവണ വഞ്ചി മറിഞ്ഞു. അതിൽ ഉണ്ടായിരുന്നവർ മിക്കവരും മുങ്ങിച്ചത്തു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ശക്തനായ മനുഷ്യൻ റബ്ബർ മരത്തിൽ ഇരുന്നു കൊണ്ട് കോമുവിനെ കാലിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു. 1 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞു. മേസ്ത്രിയുടെ ജീവൻ പോയി. അല്പം വെള്ളം അയാൾ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ ശവശരീരം ഉപേക്ഷിച്ച് നീന്തി രക്ഷപ്പെട്ടു. നോക്കണേ, ഒരു കുഴപ്പവും കൂടാതിരുന്ന മനുഷ്യൻ അത്തവണ വഞ്ചിയിൽ കയറുവാനിടയായി. ആളൊരു രോഗിയും കൂടിയായിരുന്നു. ആദ്യം തന്നെ വഞ്ചിയിൽ പോകുവാനായിട്ട് ഒരുങ്ങിയതാണ്. മറ്റുള്ളവർ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത്. മറ്റുള്ളവരെ കാണാത്തതിൽ തനിക്ക് വളരെ വിഷമമുണ്ട്. മടങ്ങുമ്പോൾ താനും പോന്നുകൊള്ളാമെന്ന് പറഞ്ഞാണ് വഞ്ചിയിൽ കയറിയത്. മേസ്ത്രി എന്നോട് നിർബന്ധമായിട്ട് അപേക്ഷിച്ചതാണ്. പിന്നീടാകാമെന്ന് പറഞ്ഞ് ഞാനും തടഞ്ഞു. ഇപ്പോഴിതാ മുങ്ങിയ വഞ്ചിയിൽ തന്നെ കയറുവാനായിട്ട് തോന്നിയിരിക്കുന്നു. വിധിയെ തടയുവാനായിട്ട് ആർക്ക് സാധിക്കും? അവർ വിശേഷങ്ങൾ പിന്നെയും തുടർന്നു. പുകപ്പുരയിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം ബംഗ്ലാവിൽ എത്തുവാനായിട്ട് കഴിഞ്ഞില്ല. ബാക്കിയായവർ രാത്രിയിൽ പുകപ്പുരയിൽ തന്നെ കഴിഞ്ഞുകൂടി. വെള്ളം കൂടിക്കൂടി വരികയാണ്. ഒരു വലിയ ഇല്ലുത്തുരു ഒഴുകിവെന്ന് പുരയിൽ തടഞ്ഞു. അതോടെ പുകപ്പുര മറിഞ്ഞു വീണു. അതുമാത്രമാണ് അവർക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ ബോധമില്ലാത്തവരെയാണ് വല്യേട്ടനും മറ്റും കൂടി രക്ഷപ്പെടുത്തിയത്. പുരയിൽ ഉണ്ടായിരുന്നവരിൽ അധികം പേരും മുങ്ങി മരിച്ചു. രക്ഷപ്പെട്ടവർ ബംഗ്ലാവിൽ എങ്ങനെയോ എത്തിച്ചേർന്നു. എങ്ങനെയാണെന്ന് അവർക്കും ഓർമ്മയില്ല. കൂലിപ്പാടിയും പുകപ്പുരയും സ്ഥിതി ചെയ്യുന്നത് പുഴവക്കത്താണ്. ഇതിൻ്റെ 3 വശവും മിക്ക കൊല്ലവും വെള്ളം പൊങ്ങാറുമുണ്ട്. അത്തവണയും അങ്ങനെ ഒരു വെള്ളപ്പൊക്കമായിരിക്കുമെന്നാണ് അവരും കരുതിയത്. എന്നാൽ വെള്ളത്തിൻ്റെ മട്ടും ഭാവവും മാറിക്കണ്ടപ്പോൾ അവർക്കും പേടിയായി. ചിലർ ബംഗ്ലാവിലേക്ക് നീന്തിയെത്തി. 2 ഫർലോങ് നീന്തണം അവിടെ എത്തുവാനായിട്ട്. അത് സാധാരണക്കാർക്ക് അത്ര എളുപ്പമല്ല. എങ്കിലും പലരും അന്ന് നീന്തി രക്ഷപ്പെട്ടു. ഞാൻ അലിവിൻകുട്ടി മേസ്ത്രിയോട് ചോദിച്ചപ്പോൾ 40ഓളം പേർ മരിച്ചിട്ടുണ്ടാകുമെന്ന് അയാൾ പറഞ്ഞു. ചിലർ മലപ്പുറത്തിന് പോയിരിക്കുകയാണ്. അവരും കൂടി തിരിച്ചു വന്നെങ്കിലേ കൃത്യമായിട്ട് കണക്ക് പറയുവാനായിട്ട് കഴിയൂ. ഞാൻ അന്ന് തന്നെ തിരിച്ചു പോന്നു. അന്ന് മുതൽ നേരിമംഗലത്തുള്ള മലപ്പുറംകാർക്ക് നേരിമംഗലം കണ്ടക്കാരായ ഞങ്ങളോടുള്ള ഭക്തി-ആദരങ്ങൾ എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കുവാനായിട്ട് പ്രയാസമാണ്. അവർ ഞങ്ങളെ ദൈവത്തെ പോലെ കരുതിയെന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല. ഇതിനു മുൻപ് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. 1000-ാം ആണ്ടോ മറ്റോ ഒന്നുണ്ടായെന്ന് പറയുന്നു. അതിന് ചില രേഖകളുമുണ്ട്. ഈ റബ്ബർ തോട്ടം ഇപ്പോൾ ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഫൈറ്റോ കെമിക്കൽസിന് വേണ്ടി ആദ്യം അത് പൊന്നും വിലക്കെടുത്തു. ആ കമ്പനി നടപ്പിലാവില്ലെന്ന് വന്നപ്പോൾ കൃഷി ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. മാതൃകാ കൃഷിത്തോട്ടങ്ങൾ പലതും ഇന്നവിടെ കാണാം. അന്ന് ആളുകൾ മുങ്ങിച്ചെത്ത സ്ഥലത്തിന് മുടിഞ്ഞ കുത്ത എന്ന് പേരിട്ടു. ഇന്നും ആ പേരിൽ തന്നെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. നേര്യമംഗലം കണ്ടത്തുള്ള തെക്ക് വശത്തുള്ള റിസർവ് വനത്തിൽ ഒരു പാറയിൽ ഈ വെള്ളപ്പൊക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീയതിയടക്കം. എൻ്റെ ജ്യേഷ്ഠൻ മാത്യു ആണ് അതവിടെ രേഖപ്പെടുത്തിയത്. ഞാനും ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു. ഈ രേഖയെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് നേര്യമംഗലം പാലത്തിന്റെ ഉയരം നിർണയിച്ചതും. ഒരു ദിവസം ഞാൻ വീട്ടിൽ വെറുതെ അങ്ങിരിക്കുവാണ്. ഈയിടെയായിട്ട് നായാട്ടിന് പോക്കുമില്ല. ആ സമയത്ത് ചുള്ളിങ്ങിൽ മത്തായി വീട്ടിൽ വന്നു. വർത്തമാനങ്ങൾ പലതും പറഞ്ഞു. ചേട്ടൻ ഇപ്പോൾ നായാട്ടിനൊന്നും പോകുന്നില്ലല്ലോ, എനിക്ക് ആ തോക്കൊന്ന് തരണം. പോത്തുവരിക്കാണ്, മാംസവും കൊണ്ടുവന്ന് തരാം. ഞാൻ പറഞ്ഞു, തോക്ക് തരാം, പക്ഷേ പോത്തിനെ മാത്രമേ വെടിവെക്കാവൂ. മറ്റേ നായാട്ട്, അതായത് ആനവേട്ട, അത് ഞാൻ നിർത്തിവെച്ചിരിക്കുവാണ്. കാരണം എന്തെന്നായി മത്തായി. ഞാൻ വിശദീകരിച്ചു. ഞാനിപ്പോൾ കവളങ്ങാട്ട് ഇംഗ്ലീഷ് മലയാള സ്കൂളിൻ്റെ മാനേജറാണ്. സ്കൂൾ മാനേജറെ ആനക്കൊമ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടാൽ നാട്ടുകാർക്ക് പോരായ്മയാവില്ലേ? പോരെങ്കിൽ നേരത്തെ ഉള്ളതുപോലെ പണത്തിന് ഇപ്പോൾ അത്ര വലിയ പ്രയാസവുമില്ല. അതുകൊണ്ട് തോക്ക് കൊണ്ടുപോയിക്കോളൂ, പക്ഷെ ആനയെ വെടിവെക്കരുത്. ഞങ്ങൾ കൂട്ടുകൂടി പണ്ട് ആനയെയും പോത്തിനെയും വെടിവെച്ചിട്ടുണ്ട്. അതാണങ്ങനെ പറയുവാനുള്ള കാരണവും. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് മത്തായി തോക്കുമായിട്ട് യാത്രയായി. ഒരാഴ്ച കഴിഞ്ഞ് മത്തായി തിരിച്ചു വന്നു. കുറെ പോത്തിറച്ചിയും 50 രൂപയും തന്നു. ഞാൻ ആ രൂപ വലിച്ചെറിഞ്ഞു. എനിക്ക് നിന്റെ രൂപയും വേണ്ട, ഇറച്ചിയും വേണ്ട. എൻ്റെ വീട്ടിലായതുകൊണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. പുറത്തായിരുന്നെങ്കിൽ നീ തീർച്ചയായിട്ടും തല്ലുകൊണ്ടേനെ. ഞാൻ അവനെ കഠിനമായിട്ട് ശകാരിച്ചു. ഒരബദ്ധം പറ്റി, അങ്ങനെ പറ്റിപ്പോയി, ഇനി ആവർത്തിക്കില്ല. ചേട്ടൻ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചിതറിക്കിടക്കുന്ന രൂപ മുഴുവനും അവൻ പെറുക്കിയെടുത്തു. എന്നിട്ട് വീണ്ടും എൻ്റെ കയ്യിൽ തന്നു. എനിക്കും അബദ്ധം പിടഞ്ഞതാണല്ലോ, ക്ഷമിക്കാതെ എന്തു ചെയ്യും?
മതി, ഇനി ഇവന് തോക്ക് കൊടുക്കില്ല എന്ന് ഞാനും നിശ്ചയിച്ചു. ആ വിവരം മത്തായിയോട് പറയുകയും ചെയ്തു. ഇനി ഇങ്ങോട്ട് തോക്കിനായിട്ട് വന്നേക്കരുത്. പിന്നീട് 1 വർഷത്തേക്ക് ഞാൻ നായാട്ടിന് പോയിട്ടില്ല. സ്കൂളിൽ കുറെ മരാമത്ത് പണികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് മാനേജരായ ഞാൻ നായാട്ടിനെന്ന് പറഞ്ഞു നടന്നാൽ പള്ളിക്കാർക്ക് രസിക്കില്ല. സ്കൂളുകൾ പള്ളി വകയാണ്. പള്ളി പൊതുയോഗമാണ് മാനേജരെ കാലാവധിക്ക് വിധേയമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആ ഇടയ്ക്ക് മുൻപ് പറഞ്ഞ മത്തായി വീണ്ടും വന്ന് തോക്ക് ചോദിച്ചു. ആനയെ വെടിവെക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇനി മത്തായിക്ക് തോക്ക് കൊടുക്കില്ല എന്ന് പണ്ടേ നിശ്ചയിച്ചിരുന്നതാണ്. എങ്കിലും ഉണക്കിയിറച്ചിക്കുള്ള ആഗ്രഹം കൊണ്ടും അവൻ ആനയെ വെടിവെക്കില്ല എന്ന ബോധ്യം കൊണ്ടും തോക്ക് കൊടുത്തുപോയി. അവൻ എന്താണ് ചെയ്തതെന്നോ, 1 പകരം 2 കൊമ്പന്മാരെ വെടിവെച്ചു. എന്നിട്ട് കൊമ്പുകൾ എടുത്തു. പിന്നെ അത് വിറ്റു. കുറെ കഴിഞ്ഞപ്പോൾ അധികാരികൾക്ക് അറിവ് കിട്ടി. അവർ മുതുവാന്മാരെ കൂട്ടി കാട് മുഴുവനും തിരഞ്ഞു. ആനയുടെ ജഡം കണ്ടുകെട്ടി. അതിൽ കൊമ്പില്ല താനും. പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്തു. മത്തായിയെയും കൂട്ടരെയും മുതുവാന്മാർ കാട്ടിൽ വെച്ച് കണ്ടിരുന്നു. അവരാകട്ടെ ചില പരിചയക്കാരുടെ പേരുകൾ കൂടി പറഞ്ഞു കൊടുത്തു. പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതും ആ പേരുകളാണ്. 8 പ്രതികളാണ് മൊത്തം ഉള്ളത്. കോനാക്കുടി 1-ാം പ്രതി, മത്തായി 2-ാം പ്രതി, 3-ാം പ്രതി മോളത്താൻ. വേറെ 3 പേരെയും പോലീസ് പിടിച്ചു. ചോദ്യം ചെയ്തപ്പോൾ എന്റെ തോക്കാണ് മത്തായി കൊണ്ടുവന്നത് എന്നും വെടിവെച്ചത് കോനാക്കുടിയാണെന്നും ഒരു തോക്ക് കല്ലൂർക്കാരുടെ ആണെന്നുമുള്ള എല്ലാ സത്യവും അവർ പറഞ്ഞു. പോലീസ് പിടികൂടിയിട്ട് അവരുടെ രീതിയിലുള്ള സൽക്കാരങ്ങളും മറ്റും നടത്തുമ്പോൾ ഏത് ഗജപോക്രി സത്യം പറയുമല്ലോ. അതിൽ ഒരു തോക്ക് കല്ലൂർക്കാരുടെ അല്ല, പാപ്പുവിന്റെ ആണെന്ന് അവരെ കൊണ്ട് പോലീസ് പറയിച്ചു. മഹസറിൽ അത് ചേർക്കുകയും ചെയ്തു. കല്ലൂർക്കാരുടെയാണ് തോക്കെന്ന് പറഞ്ഞത് പോലീസ് വിശ്വസിച്ചില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് സത്യം അവർക്ക് ബോധ്യമായത്. തെളിവ് കൊടുക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയതുകൊണ്ട് അത് മഹസറിൽ ചേർത്തില്ല. പകരം എന്റെയും പാപ്പുവിന്റെയും തോക്ക് ചേർത്തു. പാപ്പു 9-ാം പ്രതിയായും ഞാൻ 10-ാം പ്രതിയായും കേസെടുത്തു. പാപ്പുവിന്റെ അനുജൻ 6-ാം പ്രതിയായിരുന്നു. പ്രതികൾ എല്ലാവരും കോടതിയിൽ ഹാജരായി. എന്നിട്ട് ജാമ്യത്തിലിറങ്ങി. ആദ്യത്തെ 5 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചില്ല. കോനാക്കുടി, മത്തായി, മോളത്താൻ, പിന്നെ വേറെയും 2 പേർ. ഇവർ ജയിലിൽ കിടക്കുകയാണ്. കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് ദേവികുളം മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ്. ആ കോടതി പരിധിയിലാണ് സംഭവം നടന്നതും. പിടികൊടുക്കാതെ 3 മാസം ഞാൻ ഒളിച്ചു നടക്കേണ്ടി വന്നു. അങ്ങനെ അണ്ടർഗ്രൗണ്ട് ജീവിതം പരിചയിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ സ്ഥിര ജാമ്യവും കിട്ടി. 1-ഉം 2-ഉം പ്രതികൾ പിന്നെയും ജയിലിലാണ്. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്ത് 2 പേരെയും ജാമ്യത്തിലിറക്കി. അതിനു വേണ്ട ചെലവ് ചെയ്തത് ഞാനും പാപ്പുവുമാണ്. കേസ് അവധിക്ക് വെച്ചു. 3 പ്രാവശ്യം ദേവികുളത്തിന് പോയിട്ട് വന്നു. വിസ്താരം മാത്രം നടന്നില്ല. ദേവികുളത്ത് ഹാജരാകുവാനുള്ള പ്രയാസം കൊണ്ട് മൂവാറ്റുപുഴ കോർട്ടിലേക്ക് മാറ്റി കിട്ടുവാനായിട്ട് കോട്ടയം ഡിസ്ട്രിക്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തു. മൂവാറ്റുപുഴ 2-ാം ക്ലാസ് കോടതിയാണ്. പെരുമ്പാവൂരാണ് 1-ാം ക്ലാസ് കോടതി ഉള്ളത്. 1-ാം ക്ലാസ്സിൽ ചാർജ് ചെയ്ത കേസായതുകൊണ്ട് പെരുമ്പാവൂർക്ക് കേസ് മാറ്റിക്കൊണ്ടുള്ള വിധി ഉണ്ടായി. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സമൻസും വന്നു. ആകെ 47 സാക്ഷികളുണ്ട്. 7 പേർ മുതുവാന്മാരാണ്. ബാക്കി 40 പേരും ഫോറസ്റ്റുകാർക്ക് പരിചയമുള്ള കള്ളസാക്ഷി പറച്ചിൽക്കാരുമായിരുന്നു. ഇങ്ങനെയുള്ള കൂട്ടരെ ഇന്നും എവിടെയും എത്ര പേരെ വേണമെങ്കിലും കിട്ടുമല്ലോ. ഈ സാക്ഷികൾ ഓരോരുത്തരും തെളിയിക്കേണ്ട പോയിന്റ് തിരിച്ചുള്ള സാക്ഷ്യ പട്ടിക കെട്ടണമെന്ന് അപേക്ഷിച്ചു. കോടതി അത് നിരസിച്ചു. അതുകൊണ്ട് ഹൈക്കോടതിയിൽ, അന്ന് തിരുവനന്തപുരത്താണ് ഹൈക്കോടതി ഉള്ളത്, അവിടെ അപ്പീൽ കൊടുത്തു. പ്രസിദ്ധനായിട്ടുള്ള മള്ളൂർ ഗോവിന്ദപിള്ളയായിരുന്നു ഞങ്ങളുടെ വക്കീല്. ഞങ്ങൾക്ക് ഗുണമായിട്ട് വിധി ഉണ്ടാകുമെന്ന് മള്ളൂർ അപ്പോൾ തന്നെ പറഞ്ഞു. അതുപോലെ ഞങ്ങൾ ആവശ്യപ്പെട്ട വിധത്തിൽ പോയിന്റ് തിരിച്ചുള്ള സാക്ഷി പട്ടിക തരുവാനായിട്ട് വിധിയുമുണ്ടായി. അതനുസരിച്ച് ഞങ്ങൾക്കെതിരെ കള്ളസാക്ഷ്യം പറയുന്ന എല്ലാ സാക്ഷികളുടെയും പേരുവിവരങ്ങൾ കിട്ടി. ഞാനും പാപ്പുവും എല്ലാ സാക്ഷികളെയും ചെന്ന് കണ്ടു. ഞങ്ങൾക്ക് ദോഷം വരാത്ത വിധം സാക്ഷി പറയണമെന്ന് അവരെ പറഞ്ഞ് ഏൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ഞങ്ങൾ കുറ്റവാളികളല്ല. മുതുവാന്മാരെ മാത്രം ഞങ്ങൾ കണ്ടില്ല. അവരെ കാണേണ്ടതില്ല എന്ന് വക്കീൽ ഉപദേശിക്കുകയും ചെയ്തിരുന്നു. കാരണം അവരെ ക്രോസ് ചെയ്യുമ്പോൾ അവർ തന്നെ തെറ്റി പറഞ്ഞുകൊള്ളും. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ക്രോസ് വേളയിൽ അവർ പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. മറ്റുള്ളവർ കള്ളസാക്ഷി പറഞ്ഞ് പരിചയമുള്ളവരാണ്. അവർക്ക് ക്രോസിൽ തെറ്റുപറ്റില്ല. അതുകൊണ്ടാണ് അവരെ പണവും ശുപാർശയും ഭീഷണിയും കൊണ്ട് പാട്ടിലാക്കേണ്ടി വന്നത്. ഞാനും പാപ്പുവും ജയിലിൽ പോകേണ്ടി വന്നെങ്കിൽ നിങ്ങളുടെ കള്ളസാക്ഷിയാണ് അതിന് കാരണം. ജയിലിൽ നിന്നും തിരിച്ചു വരുവാനൊത്താൽ ഞങ്ങൾ 2 പേരും കൂടി നിന്നെ ഒന്ന് കാണും. ഓർമ്മയിരിക്കണം. ഈ ഭീഷണിക്ക് മുൻപിൽ പലരും പേടിച്ചു പോയി. എന്തായാലും ഒരു സാക്ഷിയും കേസിന് അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല. സാക്ഷി വിസ്താരം 2-3 തവണ കൊണ്ട് അവസാനിച്ചു. ഈ കേസ് സംബന്ധിച്ച് തങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് ഓരോ സാക്ഷിയും പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്തിനാണ് സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുത്തത് എന്നായി അടുത്ത ചോദ്യം. ഇതൊരു പരിഹാര കേസാണ്, കോടതിയിലൊന്നും പോകേണ്ടി വരികയില്ല എന്നും പറഞ്ഞാണ് ഓഫീസർമാർ ഒപ്പിടുവിച്ചത് എന്നവർ മറുപടിയും പറഞ്ഞു. അതോടെ അവരുടെ വിസ്താരവും തീർന്നു. ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞങ്ങളുടെ വക്കീലിനോട് ചോദിച്ചു. ഇല്ലെന്ന് വക്കീലും പറഞ്ഞു. ഉടനെ സാക്ഷികളോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവാനും പറഞ്ഞു. അങ്ങനെ എല്ലാ സാക്ഷികളെയും കോടതി പറഞ്ഞു വിട്ടു. പക്ഷെ മുതുവാന്മാർ മാത്രം വിട്ടില്ല. കോനാക്കുടിയെയും മോളത്താനെയും തങ്ങൾക്ക് അറിയാമെന്നും അവർ തങ്ങളുടെ കുടിയിൽ വരാറുണ്ടെന്നും അവർ പറഞ്ഞു. അവരുടെ പേരും പറഞ്ഞു. അവസാനം മുതുവാൻ കുമാരൻ സാക്ഷിക്കൂട്ടിൽ കയറി നിന്നു. നിങ്ങളുടെ പേരെന്താണ്?
കുമാരൻ: വയസ്സ് എനിക്കറിഞ്ഞുകൂടാ. ഉദ്ദേശം ഒരു 25 വയസ്സ് എന്നെഴുതി. നിങ്ങൾ കൂട്ടിൽ നിൽക്കുന്ന ഈ പ്രതികളെ അറിയുമോ? അറിയാം. ആരെയൊക്കെ അറിയാം? കോനാക്കുടിയെയും മോളത്താനെയും. ആവശ്യപ്പെട്ടതനുസരിച്ച് കുമാരൻ അവരെ തൊട്ട് കാണിച്ചു. അവരുടെ പേരറിയാമോ? അടുത്ത ചോദ്യം. അറിയാം. ഇത് പാപ്പി, ഇത് വർക്കി. മറ്റുള്ളവരെ അറിയാമോ? അറിഞ്ഞുകൂടാ. കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈ 3 മുതലാളിമാരെ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നുണ്ട്. നല്ല നിശ്ചയമില്ല. എവിടെ വെച്ചാണ് കണ്ടിട്ടുള്ളത്? നിശ്ചയമുണ്ടോ? നിശ്ചയമില്ല. എന്നെയും പാപ്പിയെയും മത്തായിയും ഉദ്ദേശിച്ചാണ് മുതലാളിമാരെന്ന് പറഞ്ഞത്. കുമാരൻ: നിങ്ങൾക്ക് ഈ കൃത്യത്തെ സംബന്ധിച്ച് എന്തറിയാം? എല്ലാം അറിയാം. എല്ലാമെന്ന് പറഞ്ഞാൽ പോരാ, അറിയാവുന്നത് മുഴുവൻ പറയണം. ആനയെ വെടിചുട്ടു. വെടിചുട്ടു എന്ന് പറയുന്നത് വെടിവെച്ച് കൊന്നു എന്നാണോ? അതേ തമ്പുരാനെ. ആരാണ് വെടിവെച്ചത്? ആരാണെന്ന് എന്തിനു ചോദിക്കുന്നു? കോനാക്കുടി അല്ലാതെ പിന്നെ ആരാണ് ആനയ്ക്ക് വെടിചുടുന്നത്? കുമാരൻ കണ്ടോ കോനാക്കുടി വെടിചുടുന്നത്? കണ്ടു. എവിടെ നിന്നാണ് കണ്ടത്? ഒരു മരത്തിന് മറഞ്ഞു നിന്നാണ് കണ്ടത്. വെടിവെച്ചിട്ട് ആന ചത്തോ? പിന്നെ ചാവുകയല്ലാതെ തമ്പുരാ. അങ്ങനെ പറഞ്ഞാൽ പോരാ, ചത്തെങ്കിൽ ചത്തു എന്ന് പറയണം. ചത്തു. പിന്നെ എന്താണ് കണ്ടത്? ഞാനൊന്നും കണ്ടില്ല, ആന ചത്തു എന്ന് പറഞ്ഞില്ലേ? മുതുവാന് കോപം വന്നു. ഉവ്. പിന്നെ എന്താണ് കണ്ടത്? കണ്ടത് മുഴുവനും പറയണം. കൊമ്പ് വെട്ടിയെടുത്തു. ആരാണ് വെട്ടിയെടുത്തത്? മോളത്താൻ. ഇങ്ങനെ പലതും പറഞ്ഞു കൊടുത്തതനുസരിച്ച് ചീഫിൽ മൊഴി കൊടുത്തു. പിന്നെ ക്രോസ് തുടങ്ങി. നിങ്ങളുടെ പേരെന്താണ്? അത് ഞാൻ മുന്നമേ പറഞ്ഞതല്ലേ തമ്പുരാ. അത് പോരാ, ഒന്നുകൂടി പറയണം. ഒന്നുകൂടി പറഞ്ഞാൽ പിന്നെ വേണ്ടേ തമ്പുരാ? വേണ്ട, ഇപ്പോൾ പേര് പറയണം. കുമാരൻ. വയസ്സ്? വയസ്സ് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞില്ലേ തമ്പുരാ? അതുപോരാ, ഒന്നുകൂടി പറയണം. പറയൂ. അറിഞ്ഞുകൂടാ, എനിക്ക് നിശ്ചയമില്ല. കോനാക്കുടിയെയും മോളത്താനെയും അറിയുമെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. എവിടെ വെച്ചാണ് കണ്ടുപരിചയം? കുടിയിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് കുടിയിൽ വന്നത്? സാമാനം വിൽക്കുവാനായിട്ട്. എന്ത് സാമാനമാണ് വിൽക്കുവാനായിട്ട് കൊണ്ടുവരുന്നത്? മീൻ, തൂമ്പ, വാക്കത്തി, അരിവാൾ, ഉപ്പ് ഇവയൊക്കെ കൊണ്ടുവരും. ആനയെ വെടിവെച്ചു എന്ന് പറഞ്ഞ ദിവസം നിങ്ങൾ എവിടെയാണ് താമസിച്ചത്? കരിന്തിരിയാറ്റിൽ. അവിടെ നിന്നും എത്ര മൈലുണ്ട് ആന ചത്തു കിടക്കുന്ന സ്ഥലത്തേക്ക്? ഉച്ച വഴിയുണ്ട്. ഉച്ച വഴി എന്ന് പറഞ്ഞാൽ എത്ര മൈൽ വരും? അതെനിക്ക് തെരിയത്തില്ല തമ്പുരാ. നിങ്ങൾ ആറ്റി കിടന്ന സ്ഥലത്തു നിന്നും എപ്പോഴാണ് ആന കിടന്ന സ്ഥലത്തേക്ക് പോയത്? 10 നാഴിക പുലർന്നപ്പോൾ. ആന കിടക്കുന്ന സ്ഥലത്തു നിന്നും വെടിവെച്ചാൽ നിങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് കേൾക്കാമോ? എങ്ങനെ കേൾക്കാനാ തമ്പുരാ? കേട്ടോ? കേട്ടില്ല. വെടിവെക്കുന്നത് കണ്ടോ? കണ്ടില്ല. അപ്പോൾ പിന്നെ വെടിവെക്കുന്നതും കൊമ്പ് എടുക്കുന്നതും കണ്ടോ? കണ്ടില്ല. പിന്നെ കണ്ടു എന്ന് പറഞ്ഞത് എന്തിനാണ്? അങ്ങനെ പറയണമെന്ന് കാടർ തമ്പുരാനും പാർസ്ത് തമ്പുരാനും പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? അതേ തമ്പുരാ. അവർ പറഞ്ഞാൽ മുതുവാന് കേൾക്കാതെ ഒക്കുമോ തമ്പുരാ? കൊമ്പ് വെട്ടുന്നത് കണ്ടോ? എങ്ങനെ കാണാനാണ് തമ്പുരാ? കണ്ടോ? കണ്ടില്ല. ആന ചത്തു കിടക്കുന്നത് കണ്ടോ? അത് കണ്ടു. ഇങ്ങനെ മുതുവാന്മാർ 7 പേരെയും ക്രോസ് ചെയ്തു. 7 പേരും പഠിപ്പിച്ചത് മുഴുവൻ തെറ്റിച്ചാണ് പറഞ്ഞത്. അവർ കണ്ടത് സത്യമായിട്ട് പറഞ്ഞു, കള്ളം പറഞ്ഞ് പഠിപ്പിച്ചതെല്ലാം തെറ്റിച്ചും പറഞ്ഞു. അവസാനം നല്ല അറിവുള്ള മൃഗഡോക്ടർക്കും അന്ന് ധാരാളം തെറ്റുപറ്റി. അയാൾ ആനയെ സംബന്ധിച്ച് കൊടുത്തിരുന്ന സർട്ടിഫിക്കറ്റിൽ വെടി പോലെ തോന്നുന്നു എന്നാണ് എഴുതിയത്. ചീഫിന് മുൻപിൽ ആനക്കേറ്റത് വെടിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ് ഡോക്ടർ മൊഴി കൊടുത്തത്. വക്കീൽ ഡോക്ടറെ ക്രോസ് ചെയ്തു. വെടിയാണെന്ന് തോന്നുന്നു എന്നല്ലേ സർട്ടിഫിക്കറ്റിലുള്ളത്? അതെ. പിന്നെ നിങ്ങൾ വെടിയാണെന്ന് തീർച്ച പറയുവാനുള്ള കാരണം എന്താണ്? പിന്നീടാണ് തീരുമാനിച്ചത്. തീരുമാനം കഴിഞ്ഞിട്ട് പോരായിരുന്നു സർട്ടിഫിക്കറ്റ് എഴുതൽ? അത് മതിയായിരുന്നു. പിന്നെ വല്ലവരും നിർബന്ധിച്ചിട്ടാണോ അങ്ങനെ എഴുതിയത്? അല്ല. നിങ്ങൾ കൊമ്പരുന്ന സ്ഥലത്തെ കപ്പാണെന്ന് പറഞ്ഞ് 4 അസ്ഥി കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. നിങ്ങളെ ഏതെങ്കിലും ഒരു അസ്ഥി കാണിച്ചു തന്നാൽ അത് ഇന്ന മൃഗമാണെന്നും ഇന്ന സ്ഥാനത്തെ അസ്ഥിയാണെന്നും പറയുവാനായിട്ട് കഴിയുമോ? അത് പ്രയാസമാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഉവ്. പിന്നെന്താണ് വേർതിരിച്ച് പറയുവാനായിട്ട് പറ്റാത്തത്? അത് പ്രയാസമാണ്. ആനയുടെ ഏത് അസ്ഥി കണ്ടാലും അത് ഏതു ഭാഗത്തെ അസ്ഥിയാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പറയാം. ശരി. ഈ 4 അസ്ഥിയും ഏതു ഭാഗത്തെയാണ്? കൊമ്പിന്റെ അടിഭാഗത്തെ കപ്പാണ്. തോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അറിയാം. എങ്ങനെയാണ് അറിവ്? എൻ്റെ വീട്ടിൽ തോക്കുണ്ടായിരുന്നു. അതിൽ വെടിവെച്ചിട്ടുണ്ടോ? ഇല്ല. അത് നാടൻ തോക്കല്ലേ? അതെ. ഈ കിടക്കുന്നത് രണ്ടും ഏതു തോക്കാണെന്നറിയാമോ? അറിയാം. എന്ത് തോക്കാണ്? തോട്ടാ തോക്കാണ്. ഇത് റൈഫിളോ ഡബിൾ ബാരലോ? അതെനിക്ക് അറിഞ്ഞുകൂടാ. ആനയുടെ തല കൊണ്ടുവരാത്തത് എന്താണ്? അത് കടുവ തിന്ന് കേടുവരുത്തിയിരുന്നു. കേടുവരുത്തിയാലും അത് കൊണ്ടുവരേണ്ടതല്ലേ? അതെ. സത്യം പറയണം. ഈ അസ്ഥി കഷ്ണം മുതുവാന്മാർ വെട്ടിയെടുത്തതല്ലേ? അതല്ലേ ഫോറസ്റ്റുകാർ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത്? അതെ. അതോടെ വക്കീൽ ക്രോസ് നിർത്തി. കേസ് വിധിയായി.
കോനാക്കുടിക്കും മോളത്താനും 6 മാസത്തെ തടവും 60 രൂപ പിഴയും കിട്ടി. മറ്റ് പ്രതികളെ വെറുതെ വിട്ടു. 10 കൊല്ലം കഴിഞ്ഞാണ് വിധി ഉണ്ടായത്. മോളത്താനും കോനാക്കുടിയും പറവൂർ ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുത്തു. യാതൊരു ഗുണവും കിട്ടിയില്ല. കീഴ്ക്കോടതിയുടെ വിധി ശരിവയ്ക്കുകയാണ് ഉണ്ടായത്. 2 പേരും ജയിലിലായി. പിഴയാകട്ടെ അവരുടെ ജംഗമ വസ്തുക്കൾ ജപ്തി ചെയ്ത് ഈടാക്കി. ഈ കേസിന്റെ എല്ലാ ചെലവും ഞാനും പാപ്പുവുമാണ് ചെയ്തത്. 3500 രൂപ വീതം ഓരോരുത്തർക്കും ചെലവായി. പണ്ട് കിട്ടിയതിൽ കുറെ പോയെന്നു മാത്രം. എന്റെ തോക്കുകൊണ്ട് ആനയെ വെടിവെച്ചു എന്നത് സത്യമാണ്. പാപ്പുവിന്റെ തോക്ക് ഉപയോഗിച്ചിട്ടില്ലായിരുന്നു. പഴയ ദോഷത്തിന് പുത്തൻ പ്രായശ്ചിത്തമെന്നുണ്ടല്ലോ, അതങ്ങ് ശരിയായി എന്ന് മാത്രം. 6 മാസം കഴിഞ്ഞാണ് എന്റെ തോക്കും ലൈസൻസും തിരിച്ചു കിട്ടിയത്. ഈ 10 കൊല്ലവും മറ്റു തോക്കുകൊണ്ടാണ് നായാട്ട് നടത്തിയത്. ആനവെടി നേരത്തെ തന്നെ നിർത്തിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്റെ തോക്ക് തിരിച്ചു കിട്ടിയ ശേഷം ഞാൻ നായാട്ട് നിർത്തി. മകൻ മാത്തന് ഈ തോക്കിൽ വെടിവെച്ച് നല്ല പരിചയം ലഭിച്ചു. അക്കാലത്ത് രാജാക്കാട്ടിൽ ഞങ്ങൾക്ക് കുറേയേറെ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ധാരാളം കാട്ടുപോത്തുണ്ട്. ഞാൻ മാത്തനെ തോക്കുമായിട്ട് അവിടേക്ക് അയക്കും. പോത്തിനെ കിട്ടാതെ അവൻ മടങ്ങി വരും. അവൻ പറഞ്ഞു, ഇനി ഞാൻ പോത്തുവെടിക്ക് പോകുന്നില്ല. 4-5 തോട്ട വെറുതെ കളഞ്ഞു. അപ്പൻ വേണമെങ്കിൽ പൊയ്ക്കോ. ഒരു പോത്തിനെ വെടിവെച്ച് വീഴ്ചാൽ പിന്നെ പ്രയാസമില്ല. ഒന്നിനെ കിട്ടും വരെ വെടിവെക്കണം. അപ്പോൾ മനസ്സിന്റെ ആ സങ്കോചം തീരും. പോത്തുവെടി പോലെ എളുപ്പമുള്ളതല്ല മറ്റു മൃഗങ്ങളെ വെടിവെക്കൽ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. രാജാക്കാട്ടിലെ ഞങ്ങളുടെ സ്ഥലത്തിന് 1 മൈൽ അപ്പുറത്തായിട്ട് എല്ലാ ഇനം കാട്ടുമൃഗങ്ങളും ദിവസവും വരും. ദൂരദർശിനിയിൽ കൂടി അതിനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആനക്കുട്ടികളും പോത്തും കുട്ടികളും മുല കുടിക്കുന്നതും കൂത്താടുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ട്. എത്ര കണ്ടാലും ഈ കാഴ്ച മതി വരില്ല. ഒരു ദിവസം ഒരു കൂട്ടം പോത്തിനെ കണ്ടു. ഞാൻ മകൻ മാത്തനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അവൻ പോത്തിനെ കിട്ടാത്തതുകൊണ്ട് മടിച്ചിരിക്കുകയായിരുന്നു. 5 വെടിവെച്ചു. 2 പോത്തൊന്നും മറിഞ്ഞു. അന്നു മുതൽ അവൻ പോത്തുവെടിക്ക് പോയിട്ട് കിട്ടാതെ വന്നിട്ടില്ല. അതോടെ അവൻ്റെ ആ മനസ്സിന്റെ അറപ്പങ്ങ് തീർന്നു. അതുതന്നെയാണ് കാരണവും. അങ്ങനെ അവനിപ്പോൾ നല്ലൊരു വെടിക്കാരനായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ തോക്കും ലൈസൻസും അവൻ്റെ പേരിലാണ്. ഈയിടെ ഗവൺമെന്റിന്റെ അനുവാദപ്രകാരം ഒരു കൊലകൊമ്പനെ മാത്രം വെടിവെച്ചു കൊന്നു. അത് പല ആളുകളെയും കൊന്നു. വാഹന ഗതാഗതത്തിന് തടസ്സമുണ്ടാക്കി. കൃഷി ധാരാളം നശിപ്പിച്ചു. അതുകൊണ്ടാണ് അതിനെ കൊന്നുകളയുവാനായിട്ട് ഉത്തരവുണ്ടായത്. ഇങ്ങനെ വെടിവെച്ച് കൊല്ലുന്ന ആനയുടെ ഇഷ്ടമുള്ള ഒരു കൊമ്പ് വെടിക്കാരനെടുക്കാം. മാത്തൻ അതിന്റെ വലതുവശത്തെ കൊമ്പാണ് എടുത്തത്. അതിന് ഇടത്തേതിനേക്കാളും 2 കിലോ തൂക്കം കൂടുതലുണ്ട്. ഈ വ്യത്യാസം എല്ലാ ആനകളുടെ കൊമ്പിനും ഉണ്ടായിരിക്കും. എല്ലാ മൃഗങ്ങളുടെയും വലത്തെ കൊമ്പിന് തൂക്കം കൂടും. മിക്കവാറും എല്ലാ കാട്ടുജന്തുക്കളുടെയും കൊമ്പും തലയും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആനക്കൊമ്പ് ധാരാളം കെട്ടിയിട്ടുണ്ടെങ്കിലും അത് പരസ്യമായിട്ട് പ്രദർശിപ്പിക്കുവാനായിട്ട് പറ്റില്ലല്ലോ. ആ പോരായ്മയും ഈ കൊമ്പ് കിട്ടിയതോടെ പരിഹരിക്കപ്പെട്ടു.